ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 63 രഘുനന്ദൻ അമരനോട് അനുചിതമായി പെരുമാറിയതിന് ധാത്രിയമ്മ അമരനോട് ക്ഷമ ചോദിച്ചു. അമര, നീ രഘുനന്ദനോട് ക്ഷമിക്കണം. അവനെ എനിക്ക് വളരെ കാലമായി അറിയാം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സംഭവിച്ചു പോയതാണ്. അവനത്ര മോശം വ്യക്തിയൊന്നുമല്ല. ക്ഷമിക്കാനോ? എന്തിന്? എനിക്ക് രഘുനന്ദനോട് ദേഷ്യമൊന്നുമില്ല. ദേഷ്യമുണ്ടെങ്കിലല്ലേ ക്ഷമിക്കേണ്ടതുള്ളൂ. അവന്റെ വാക്കുകൾ ഞാൻ സാരമായി എടുത്തിട്ടില്ല. ഞാനത് അപ്പോൾ തന്നെ മറന്നു. ഞാൻ മാത്രമല്ല, രഘുനന്ദനും എല്ലാം മറന്നു. അദ്ദേഹം എന്നെ നന്നായി പരിഗണിച്ചോളാം എന്നുവരെ പറഞ്ഞാണ് കുറച്ചു സമയം മുമ്പ് ഞങ്ങൾ പിരിഞ്ഞതുപോലും. അമരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇരുവരും തമ്മിൽ വളരെ ശക്തമായ സൗഹൃദമുള്ളതുപോലെയാണ് അമരൻ ധാത്രി അമ്മയ്ക്ക് മുമ്പിൽ അഭിനയിച്ചത്. ഇത് കണ്ട് അവിടെയുള്ളവരെല്ലാം ചിരിക്കാൻ തുടങ്ങി. ധാത്രിയമ്മ വരുന്നതുവരെ അമരനും രഘുനന്ദനും തമ്മിൽ വഴക്കുണ്ടാക്കിയതാണ്. എന്നാൽ ഇപ്പോൾ ഒരു നിരപരാധി പോലെയാണ് അമരൻ സംസാരിക്കുന്നത്. അമരന്റെ പ്രകടനം കണ്ട ഏവരും അവനെ അത്ഭുതത്തോടെ നോക്കി. എന്നാൽ അമരൻ പറഞ്ഞതത്രയും ധാത്രിയമ്മ വിശ്വസിച്ചില്ല. കാരണം അവർ വർഷങ്ങളായി നിരവധി വിദ്യാർത്ഥികളെ കാണുന്നതാണ്. കള്ളം പറഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ ധാത്രി അമരന്റെ പെരുമാറ്റം കണ്ട് ഒരുപാട് സന്തോഷിച്ചു. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വിവേകമുള്ള വിദ്യാർത്ഥിയെ അവൾ കണ്ടുമുട്ടിയത്. തുടർന്ന് അവർ ആലോചനയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് 2 വിദ്യാർത്ഥികളെ വിളിച്ച് അബോധാവസ്ഥയിലായ മാണിക്കിനെ എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. മാണിക്കിനെ ധാത്രി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ധാത്രി അവന്റെ മുറിവുകളിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. പരിക്കുകൾ പരിശോധിച്ച ശേഷം അവർ രഘുനന്ദന്റെ അടുത്ത് നിരപരാധിയെ പോലെ നിൽക്കുന്ന അമരനെ നോക്കി. മാണിക്കന്റെ മുറിവുകൾ കണ്ട് ധാത്രി അല്പം അമ്പരന്നു. മാണിക്കൻ അബോധാവസ്ഥയിൽ കിടന്നപ്പോൾ ധാത്രി അവന്റെ കൈകൾ തന്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ച് എന്തോ മന്ത്രിച്ചു. പെട്ടെന്ന് ധാത്രിയുടെ ശരീരം നീല വെളിച്ചത്താൽ തിളങ്ങാൻ തുടങ്ങി. മാണിക്കന്റെ മുറിവുണക്കാൻ ധാത്രി തന്റെ ജലശക്തി പ്രയോഗിച്ചു. ജലശക്തി എല്ലാ ശക്തികളെക്കാളും സൗമ്യമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതിനാൽ മുറിവുകൾ വേഗത്തിൽ സുഖപ്പെടുത്താൻ ഇത് വളരെ ഫലപ്രദമായിരുന്നു. അതുകൊണ്ടാണ് ജലാധിഷ്ഠിത ശക്തിയുള്ള ആളുകളെ ചെറിയ രോഗശാന്തിക്കാർ എന്നും വിളിച്ചിരുന്നത്. കാരണം ഒരു വൈദ്യർ തന്റെ മരുന്നുകൊണ്ട് ആരെയെങ്കിലും സുഖപ്പെടുത്തുന്നത് പോലെ ജലത്തെ അടിസ്ഥാനമാക്കി ശക്തിയുള്ള ആളുകൾക്ക് അവരുടെ ശക്തി ഉപയോഗിച്ച് മുറിവുകൾ സുഖപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് പല യുദ്ധങ്ങളിലും യോദ്ധാക്കൾ അവർക്കൊപ്പം ജലശക്തി നേടിയ യോദ്ധാക്കളെ ഉൾപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടത്. കാരണം യുദ്ധത്തിൽ സംഭവിക്കുന്ന പരിക്കുകൾ 2 മൂലിക ശക്തികൾക്ക് മാത്രമേ സുഖപ്പെടുത്താൻ കഴിയൂ. ഒന്ന് ജലമൂലക ശക്തിയും മറ്റൊന്ന് തടിമൂലക ശക്തിയും. തളർന്നു വീണ മാണിക്കൻ ധാത്രി ഉപയോഗിച്ച ശക്തിയിൽ സാവധാനം ബോധം വീണ്ടെടുത്തു തുടങ്ങി. അവൻ പതിയെ കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ അടുത്തിരിക്കുന്ന ധാത്രിയമ്മയെ കണ്ടു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് പതുക്കെ മനസ്സിലായി. അപ്പോഴാണ് അവൻ തന്റെ മുറിവ് ശ്രദ്ധിച്ചത്. മുറിവ് പൂർണ്ണമായി ഉണങ്ങിയിരുന്നു. അത് കണ്ട് അവൻ ഞെട്ടി. അവന്റെ നോട്ടം അമരനിൽ പതിഞ്ഞു. പുത്ര, നിനക്കിപ്പോൾ സുഖം തോന്നുന്നുണ്ടോ? ധാത്രി ചോദിച്ചു. അവൻ തലയാട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ധാത്രിയമ്മയാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കിയ മാണിക്കൻ അമ്മയോട് നന്ദി പറഞ്ഞു. വളരെ നന്ദി. എനിക്കിപ്പോൾ വേദന കുറവുണ്ട്. വളരെ സന്തോഷം എന്നു പറഞ്ഞ് ധാത്രി അവിടെ നിന്ന് എഴുന്നേറ്റ് വേദിയുടെ നടുവിലുള്ള ഇരിപ്പിടത്തിലിരുന്നു. അവർ തന്റെ കസേരയിൽ ഇരുന്നയുടനെ എല്ലാ വിദ്യാർത്ഥികളോടും ഇരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് എല്ലാവരെയും ഒന്ന് നോക്കി തന്റെ കയ്യിലെ മോതിരം തടവി. അതിൽ നിന്ന് ഒരു പച്ച കടലാസും എഴുത്താണിയും പുറത്തു വന്നു. അതിനുശേഷം അവർ എല്ലാവരെയും നോക്കി പറഞ്ഞു, എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. ഇവിടെ വന്ന് പരീക്ഷയിൽ പങ്കെടുത്ത് വെല്ലുവിളികൾ തരണം ചെയ്യാൻ നിങ്ങൾക്കെല്ലാവർക്കും ധൈര്യമുണ്ട്. നിങ്ങൾ പ്രവേശന പരീക്ഷയിലേക്കുള്ള ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് കേട്ട് എല്ലാവരും അമ്പരപ്പോടെ പരസ്പരം നോക്കാൻ തുടങ്ങി. പരീക്ഷ അടുത്ത ഒരു ഘട്ടം കൂടി ഉണ്ടാവുമോ എന്നെല്ലാവരും അന്താളിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇവിടെ ചേരണമെങ്കിൽ കുറഞ്ഞത് 8 നക്ഷത്ര പദവി ഉണ്ടായിരിക്കണം എന്നതാണ് ഈ പരിശീലന കളരിയിലെ പ്രധാന നിയമം. നിങ്ങൾക്കെല്ലാവർക്കും അതറിയാമെന്ന് ഞാൻ കരുതുന്നു. അതിനാൽ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശക്തിയുടെ നിലവാരത്തെക്കുറിച്ച് അറിയണം.
നിങ്ങളുടെ ശക്തിതലം 8-ാം നക്ഷത്രതലമാണെങ്കിൽ ഇതാണ് പ്രാരംഭഘട്ടം. നിങ്ങളുടെ ശക്തി 9 നക്ഷത്രമാണെങ്കിൽ നിങ്ങൾ 7-ാം വകുപ്പിൽ പെടുന്നു. നിങ്ങൾ ഒരു നക്ഷത്രമുള്ള അപരാജിതനാണെങ്കിൽ നിങ്ങൾ 6-ാം വകുപ്പിൽ. നിങ്ങൾ 2 നക്ഷത്രങ്ങളുള്ള അപരാജിതനാണെങ്കിൽ നിങ്ങൾ 5-ാം വകുപ്പ്. 3 നക്ഷത്ര അപരാജിതനാണെങ്കിൽ 4-ാം വകുപ്പ്. 4 നക്ഷത്ര അപരാജിതനാണെങ്കിൽ 3-ാം വകുപ്പ്. ഇതാണ് ഉയർന്ന വകുപ്പ്. വലിയ വകുപ്പ്. കഴിഞ്ഞ 10 വർഷമായി ഇത്രയും വലിയ വിഭാഗത്തിൽ എത്തിയത് വെറും 2 പേര് മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു 2-ാം വകുപ്പ് പ്രതീക്ഷിക്കുന്നില്ല. ഒരു 3-ാം വകുപ്പ് അല്ലെങ്കിൽ 4-ാം വകുപ്പ് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്, ധാത്രി പറഞ്ഞു. അപ്പോൾ വേദിയിലിരിക്കുന്നവർ അമരനെ പറ്റി സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ നമുക്കറിയാൻ കഴിയും ആ യുവാവ് ഏത് വിഭാഗത്തിന്റെ കീഴിലാണ് വരുന്നതെന്ന്. അവൻ അപരാജിതന്റെ തലത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ നക്ഷത്രശക്തി വ്യക്തമാകും. ജനക്കൂട്ടം അമരന്റെ യോഗ്യത അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ആ സമയം ജാനകിയുടെ സുഹൃത്ത് അവളോട് ചോദിച്ചു, ജാനകി, നിന്റെ ബന്ധുവായ യുവാവ് ഏത് വിഭാഗത്തിലാവും പെടുന്നത്? അവന്റെ നക്ഷത്ര നിലവാരം എന്താണ്? ജാനകിക്ക് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. കാരണം വ്യക്തമായ ധാരണയില്ലാതെ തെറ്റു പറഞ്ഞ് സ്വയം അപമാനിതയാകാൻ അവൾ ആഗ്രഹിച്ചില്ല. അത് കുറച്ചു കഴിഞ്ഞാൽ അത് അവൻ നിന്നോട് പറയും, നീ തന്നെ അറിയും, അവൾ സമൃദ്ധമായി മറുപടി പറഞ്ഞു. എല്ലാവരും ഓരോരുത്തരായി എഴുന്നേറ്റ് നിങ്ങളുടെ പേരും വിഭാഗവും പറയൂ എന്ന് ധാത്രിയമ്മ പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ശബ്ദം ഒന്നൊന്നായി പ്രതിധ്വനിക്കാൻ തുടങ്ങി. ബാലമുരുകൻ വയസ്സ് 25, 9 നക്ഷത്രങ്ങൾ. കൃഷ്ണദാസൻ വയസ്സ് 25, 8 നക്ഷത്രങ്ങൾ. ഓരോരുത്തരും അവരവരുടെ നക്ഷത്ര നിലവാരം പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ പറഞ്ഞതുപോലെ ധാത്രി അവരുടെ കയ്യിലെ പച്ച പേപ്പറിൽ കുറിച്ചു. പുതിയ വിദ്യാർത്ഥികൾ ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു. നിലവാരത്തെക്കുറിച്ച് പറഞ്ഞ 20 പേരിൽ 6ഉം അപരാജിത നിലവാരം പുലർത്തിയിരുന്നില്ല. അമരന്റെ ഊഴമെത്തിയപ്പോൾ ധാത്രിയമ്മ പോലും ആകാംക്ഷ പൂണ്ടു. കാരണം ഈ യുവാവിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവർക്കും അമരന്റെ ശക്തിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഏതാണ്ട് എല്ലാവരുടെയും കണ്ണുകൾ അമരനിൽ തന്നെയായിരുന്നു. അമരന്റെ ഊഴമായപ്പോൾ അമരൻ എഴുന്നേറ്റ് നിന്ന് ധാത്രിയെ നോക്കി പറഞ്ഞു, എന്റെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ 2-ാം വിഭാഗത്തിലാകണം. ഇത് കേട്ട് അവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം ഞെട്ടി. അമരന്റെ പ്രഖ്യാപനം കഴിഞ്ഞ് എല്ലാവരും അവനെ അമ്പരപ്പോടെ നോക്കാൻ തുടങ്ങി. തന്നേക്കാൾ പ്രായം കുറഞ്ഞ അമരൻ അധികാരത്തിൽ തനിക്ക് തുല്യനാണെന്ന് രഘുനന്ദന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജാനകിയുടെ കൂട്ടുകാരി വിമലാദേവി ജാനകിയെ നോക്കി പറഞ്ഞു, ജാനകി, നിന്റെ ബന്ധുവായ യുവാവ് ഞെട്ടിച്ചു കളഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു അവൻ 4-ാം വിഭാഗത്തിലോ 5-ാം വിഭാഗത്തിലോ ആയിരിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ അവൻ പറയുന്നത് അവൻ 2-ാം വിഭാഗത്തിലാണെന്നാണ്. അവൾ ആശ്ചര്യത്തോട് പറഞ്ഞുകൊണ്ട് ജാനകിയുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ജാനകി അത് കേട്ട് ഞെട്ടലോടെ അമരനെ നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. ശരി, നീ അവനെ നോക്കി അന്തം വിട്ട് നിൽക്കുന്നു. നിനക്കപ്പോൾ ഇതൊന്നും അറിയില്ല അല്ലേ? സത്യത്തിൽ നിനക്ക് നിന്റെ ഈ അകന്ന ബന്ധുവിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ കാര്യം എന്നല്ല, ഒന്നിനെ കുറിച്ചും നിനക്ക് ഒന്നും അറിയില്ല, വിമലാദേവി പരിഭവത്തോടെ പറഞ്ഞു. നിനക്കപ്പോൾ എല്ലാം അറിയാമോ? ജാനകി ചോദിച്ചു. എനിക്കറിയാമെല്ലാം, വിമലാദേവി പറഞ്ഞു. എന്തും അറിയാമല്ലേ? എങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, അതിനുത്തരം പറയാമോ? ജാനകി ചോദിച്ചു. മടിക്കാതെ ചോദിക്ക്, എനിക്കറിയാത്ത ഉത്തരങ്ങളില്ല, വിമലാദേവി പറഞ്ഞത് കേട്ട് ജാനകി ഒന്നു മൂളി. പിന്നീട് വിമലയോട് ഒന്നും മിണ്ടാതെ ജാനകി ധാത്രിയമ്മയെ നോക്കി. അമരന്റെ മറുപടി കേട്ട് ധാത്രിക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. കേട്ടത് ശരിയാണോ അതോ എന്തെങ്കിലും തെറ്റുപറ്റിയോ എന്ന് ഉറപ്പുവരുത്താൻ അവർ ആഗ്രഹിച്ചു. അപ്പോൾ അവർ വീണ്ടും അമരനോട് ചോദിച്ചു, നീ ഇപ്പോൾ 2ാമനാണ്, അല്ല? ഞാൻ കേട്ടത് തെറ്റിയോ? എല്ലാം ശരിയാണെന്ന് അമരൻ തലയാട്ടി പറഞ്ഞു. അത് കേട്ട് അവരുടെ മുഖത്ത് ഒരു വലിയ പുഞ്ചിരി വിടർന്നു. എന്നിട്ട് അതേ പുഞ്ചിരിയോടെ അവർ ആവേശത്തോടെ പറഞ്ഞു, കൊള്ളാം അമര, എന്റെ പ്രവചനം ശരിയായിരിക്കുന്നു. ഒടുവിൽ രക്ഷമല്ലർ പരിശീലന കളരിയിൽ
ഞാൻ നിധി കണ്ടെത്തിയിരിക്കുന്നു. ധാത്രിയുടെ സന്തോഷം കണ്ട് അമരന്റെ അരികിലിരുന്ന മാധുരി പറഞ്ഞു, എന്താ അമര, പാഞ്ചാല നഗര രാജകുമാരന് പുതിയൊരു ആരാധിയെ കൂടി കിട്ടിയിരിക്കുന്നു. അവൾ കളിയാക്കി ചിരിച്ചു. അപ്പോഴാണ് ധാത്രി പച്ചക്കടലാസിൽ തന്നെക്കുറിച്ചുള്ള കുറിപ്പുകൾ എഴുതാൻ തുടങ്ങിയത് അമരന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഇടവേളയിൽ മാധുരിയുടെ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞു. പതിയെ സംസാരിക്കൂ മാധുരി. ധാത്രി അമ്മയുടെ കാതുകളിൽ നിന്റെ കളിവാക്ക് വീഴരുത്. ഞാൻ 2ാം വകുപ്പിലാണ് പെടുന്നത്. എന്നിട്ടവർ എന്റെ ആരാധികയാവുമെന്നോ? 1ാം വകുപ്പിൽ പെടുന്ന നീയുള്ളപ്പോൾ അത് സംഭവിക്കുക അസാധ്യം. അതുകൊണ്ട് തന്നെ അവർ എന്റെ ആരാധികയാവില്ല. പക്ഷേ നിന്നിൽ അവർ ആകൃഷ്ടയാവും. അമരൻ പറഞ്ഞു. ഇനി ഇതാണോ നിന്റെ പ്രശ്നം? നീ ധാത്രിയമ്മ എന്റെ ആരാധികയായി മാറുമോ എന്ന് പേടിക്കുന്നുണ്ടോ? അമരൻ കളിയാക്കി ചോദിച്ചു. ഇനി നിനക്ക് വേണ്ടി ഞാൻ എന്റെ നക്ഷത്രതലം തെറ്റായി പറയണോ? പറ, നിനക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങനെ പറയാം. നീ ഒരുപാട് ആഗ്രഹിക്കുന്നതല്ലേ, അതുകൊണ്ടവർ നിങ്ങളുടെ തന്നെ ആരാധികയായിരിക്കട്ടെ. മാധുരി പരിഹാസത്തോടെ പറഞ്ഞു. മാധുരിയുടെ സംസാരം കേട്ട് പുഞ്ചിരിയോടെ അമരൻ പറഞ്ഞു, ഇല്ല ഇല്ല, എനിക്ക് ആരാധകരൊന്നും വേണ്ട. നീ നിന്റെ ശക്തിയെക്കുറിച്ച് ഒന്ന് സത്യം പറയുന്നത് കേട്ടാൽ മതി. അല്ല, നീ കരുതുന്നുണ്ടോ നിന്റെ ശക്തിയെപ്പറ്റി കേട്ടിട്ട് നിന്നോട് എനിക്ക് അസൂയ തോന്നുമെന്ന്? അതുകൊണ്ടാണോ നീ രഹസ്യമാക്കി വെക്കുന്നത്? അപ്പോൾ ഞാൻ സത്യം പറയണം. പറയൂ, അമരൻ പറഞ്ഞു. ഉടനെ അവൾ പരുക്കൻ സ്വരത്തിൽ അലറി, ധാത്രിയമ്മ, എന്റെ പേര് മാധുരി ദേവി. എനിക്ക് 20 വയസ്സായി. എനിക്ക് 6 നക്ഷത്ര നിലയിൽ അപരാജിതൻ ശക്തിയുണ്ട്. ഞാൻ ഏത് വിഭാഗത്തിൽ പെടും? അവൾ ചോദിച്ചു. മാധുരിയുടെ സംസാരം കേട്ട് പച്ചക്കടലാസിൽ എന്തോ എഴുതാൻ ശ്രമിച്ച ധാത്രി പെട്ടെന്ന് എഴുത്തു നിർത്തി. അവൾ അമ്പരപ്പോടെ തലയുയർത്തി മാധുരിയെ നോക്കി. ധാത്രിയുടെ ഭാവഭേദം എല്ലാവരും കണ്ടു. അവിടെ ഒരു നിശബ്ദത തളംകെട്ടി നിന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്നവരെല്ലാം മാധുരിയെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അവിടത്തെ നിശബ്ദതയുടെ അർത്ഥം മനസ്സിലാക്കിയ അമരൻ ഒരു പുഞ്ചിരിയോടെ തലയാട്ടി. മാധുരിയുടെ വാക്കുകൾ കേട്ട് അവൻ അല്പം അമ്പരന്നു. കാരണം അമരൻ വിചാരിച്ചത് മാധുരി അപരാജിത ശക്തിയോടെ 5 നക്ഷത്രങ്ങളായിരിക്കണം നേടിയിട്ടുള്ളത് എന്നായിരുന്നു. എന്നാൽ മാധുരിക്ക് അതിലും ഒരു നക്ഷത്ര ശക്തി കൂടിയുണ്ട്. അവന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അപ്പോൾ ജാനകി സന്തോഷത്തോടെ രഘുനന്ദനെ നോക്കി മനസ്സിൽ പറഞ്ഞു, മാധുരിയോട് മത്സരിക്കാൻ ഈ പരിശീലന കളരിയിൽ ആരെങ്കിലും ഉണ്ടോ? ആ സമയം ജാനകിയുടെ അടുത്തിരുന്ന രഘുനന്ദനും മാണിക്യനും പോലും മാധുരിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടി. പ്രിയപ്പെട്ട രഘു, നമ്മളൊരു തെറ്റായ വ്യക്തിയുടെ മേൽ കൈവച്ചെന്ന് തോന്നുന്നു. ജാനകി കൂട്ടിക്കൊണ്ടുവന്നവരാരും നിസ്സാരക്കാരായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം, നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് ഈ പെൺകുട്ടിയെ വെല്ലുവിളിക്കാൻ നമുക്ക് തോന്നാതിരുന്നത്, മാണിക്യൻ പറഞ്ഞു. എന്നാൽ അമരനും മാധുരിയും ഒരേ നൂലിന്റെ 2 അറ്റം പോലെയാണെന്ന് അവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് മാധുരിക്ക് ഈ 2 വ്യക്തികളോടും ദേഷ്യമാണെന്നും അമരനെ അപമാനിക്കുന്നവരോട് മാധുരിയുടെ ഭാവം മറ്റൊന്നാണെന്ന് അവർ ഇരുവരും അറിഞ്ഞിരുന്നില്ല. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആളുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങി. അവർ പരസ്പരം നോക്കി സംസാരിച്ചു തുടങ്ങി. ധാത്രിയമ്മ സന്തോഷത്തോടെ പറഞ്ഞു, വിദ്യാർത്ഥികളെ, 1ാം വിഭാഗത്തിലുള്ളവരെക്കാൾ മികച്ച ഒരു വിദ്യാർത്ഥിയെ നമ്മുടെ രക്ഷമല്ലർ പരിശീലന കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ അതീവ സന്തോഷവതിയാണ്. ഇത്തരത്തിൽ മികച്ച ഒരു വിദ്യാർത്ഥിയെ ലഭിച്ചതിൽ ഞാൻ ഗുരുനാഥ എന്ന നിലയ്ക്ക് അഭിമാനം കൊള്ളുന്നു. മാത്രമല്ല, മാധുരിയാണ് ഈ പരിശീലന കളരിയിലെ വളരെ ശക്തയായ വിദ്യാർത്ഥി. ധാത്രിയുടെ വാക്കുകൾ കേട്ട് അമരൻ അഭിമാനത്തോടെ മാധുരിയെ നോക്കി. അധ്യായം 64. ധാത്രിയമ്മ മാധുരിയുടെ നക്ഷത്ര ശക്തിയെപ്പറ്റി സംസാരിക്കുകയാണ്. ഇത്തരത്തിൽ ശക്തിയായ ഒരു വിദ്യാർത്ഥി രക്ഷമല്ലർ പരിശീലനശാലയിൽ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ധാത്രിയമ്മ പറഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ട് മാധുരി അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. മാധുരിക്ക് എന്തോ പറയാനുണ്ടായിരുന്നു. എന്നാൽ അത് പറയണോ വേണ്ടയോ എന്ന ആശങ്കയിൽ മാധുരി ധാത്രിയമ്മയെ നോക്കിയിരുന്നു. ആ സമയം മാധുരിയുടെ മുഖത്തേക്ക് നോക്കിയ ധാത്രിയമ്മയ്ക്ക് അവൾക്കെന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായി. മാധുരി, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ധൈര്യമായി പറയേ, ഒന്നിനും മടിക്കേണ്ടതില്ല, ധാത്രി പറഞ്ഞു.
അമരനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മാധുരി പറഞ്ഞു, എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. എന്നാൽ എന്റെ കണ്ണിൽ ഇതിന് അർഹതയുള്ള മറ്റൊരാളുണ്ട്. അവൻ എന്നേക്കാൾ ശക്തനാണെന്ന് ഞാൻ കരുതുന്നു. അവന്റെ മുൻപിൽ ഞാൻ പോലും ഒന്നുമല്ല. ഇത് കേട്ട് എല്ലാവരും ഒന്നുകൂടി ഞെട്ടി. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്രയും ഉയർന്ന പദവിയിൽ എത്തിയിട്ടും എന്തിനാണ് മാധുരി ഇത്രയേറെ ഭവ്യത കാണിക്കുന്നതെന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിലുദിച്ചു. ധാത്രി കണ്ണുകൾ കൂടുതൽ വികസിപ്പിച്ചു പറഞ്ഞു, മാധുരി, നിന്നേക്കാൾ ശക്തനായ ഒരാളോ? ആ വ്യക്തി ആരാണ്? ഇപ്പോൾ ഈ വേദിയിലുണ്ടോ? അവർ ആകാംക്ഷയോടെ ചോദിച്ചു. മാധുരി പുകഴ്ത്തിയ ആൾ ആരെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു. എന്നാൽ മാധുരിയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ അമരന് അവൾ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് നന്നായി മനസ്സിലായി. മാധുരി കുസൃതിയോടെ അമരനെ നോക്കി. ധാത്രിയമ്മേ, ഞാൻ പറഞ്ഞ ആൾ എന്നു പറഞ്ഞ് മാധുരി അമരന് നേരെയാണ് വിരൽ ചൂണ്ടിക്കാണിച്ചത്. മാധുരി എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് ധാത്രിക്ക് മനസ്സിലായില്ല. എന്താ മാധുരി നീ പറയുന്നത്? അമരൻ അതിശക്തനാണെന്ന് എനിക്കും അറിയാം. അവൻ 2ാം വകുപ്പിലുള്ളത് ഒരു നേട്ടമാണ്. പക്ഷേ 2ാം വകുപ്പ് മാധുരിയുടെ തലത്തേക്കാൾ ദുർബലമാണെന്ന് നിനക്കറിയില്ലേ? അവൻ ശക്തനാണ്, ഞാൻ സമ്മതിക്കുന്നു. അതേസമയം അവൻ നിന്നേക്കാൾ ശക്തനല്ല. നീ എന്താണ് വ്യക്തമായി മനസ്സിലാക്കാത്തത്? ധാത്രി ചോദിച്ചു. ധാത്രി പറയുന്നത് കേട്ട് രഘുനന്ദൻ പെട്ടെന്ന് എഴുന്നേറ്റ് മാധുരിയെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാധുരി, ധാത്രിയമ്മ പറഞ്ഞത് തികച്ചും ശരിയാണ്. അമരൻ വളരെ ശക്തനായിരിക്കാം. പക്ഷേ നിന്നോട് താരതമ്യപ്പെടുത്തുമ്പോൾ അവന്റെ ശക്തി ദുർബലമാണ്. രഘുനന്ദൻ അമരനെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. അവിടെയുള്ള എല്ലാവരുടെയും ചിന്ത ഇത് തന്നെയായിരുന്നു. 2ാം വകുപ്പ് തലത്തിൽ അമരൻ അതിശക്തനായിരുന്നെങ്കിലും മാധുരിയുടെ ശക്തിയെ അപേക്ഷിച്ച് അവൻ അല്പം ദുർബലനാണെന്നാണ് അവിടെയുള്ളവരെല്ലാം കരുതിയത്. രഘുനന്ദൻ ചിരിക്കുന്നത് കണ്ട് മാധുരിക്ക് ദേഷ്യം വന്നു. അവൾ രഘുനന്ദന്റെ ഉപദേശം പാടെ അവഗണിച്ചു. ഇത് കണ്ട രഘുനന്ദന് അസ്വസ്ഥത തോന്നി. അവന്റെ മനസ്സ് തകർന്നു. കാരണം മാധുരിയുമായി സൗഹൃദം പുലർത്താൻ അവൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മാധുരിയുടെ മുഖം കണ്ടപ്പോൾ അവന്റെ വാക്കുകൾ അവളെ എത്രമാത്രം ദേഷ്യം പിടിപ്പിച്ചു എന്ന് രഘുനന്ദന് മനസ്സിലായി. എനിക്ക് കുറച്ച് ആവേശം കൂടിപ്പോയോ? അമരനോട് എന്റെ മനസ്സിലെ ദേഷ്യം കൊണ്ട് ഒരു ബുദ്ധിമാനെ പോലെ ഞാൻ മാധുരിയെ തിരുത്താൻ ശ്രമിച്ചു. എന്നാൽ അവൾ ഇപ്പോൾ എന്നെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. മിണ്ടാതിരിക്കുന്നതായിരുന്നു ഈ സന്ദർഭത്തിൽ ഉചിതം. രഘുനന്ദൻ മനസ്സിൽ ചിന്തിച്ചു. മാധുരി പറഞ്ഞത് വ്യക്തമാകാതെ ധാത്രി അമ്മ മാധുരിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മാധുരിയുടെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ അവർ ശ്രദ്ധിച്ചു. ധാത്രി മാധുരിയോട്, മാധുരി, അതെന്തായാലും ഒന്ന് വ്യക്തമായി പറയൂ. അമരൻ തന്റെ യഥാർത്ഥ ശക്തി മറച്ചുവെച്ചിരിക്കുകയാണോ? അവനെക്കുറിച്ച് ഞങ്ങൾ അറിയാത്ത മറ്റെന്തെങ്കിലും ഉണ്ടോ? ധാത്രി ചോദിച്ചു. ഇത് കേട്ട് ജാനകിയുടെ കൂടെ ഇരുന്ന പെൺകുട്ടി തിടുക്കത്തിൽ ജാനകിയോട് പറഞ്ഞു, ജാനകി, ഇവരൊക്കെ എന്തൊക്കെയായി സംസാരിക്കുന്നത്? നീ കുറെ ആളുകളെ കൂട്ടി വന്നു. ഒരുത്തൻ പറഞ്ഞു അവൻ നിന്റെ ബന്ധുവാണെന്ന്. ഞങ്ങളും അത് വിശ്വസിച്ചു. സുന്ദരനായ യുവാവിന്റെ സൗന്ദര്യത്തിൽ വീണു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ നിഷ്കളങ്കനായ ബന്ധു ശക്തനായ മാണിക്കനെ അടിച്ചു വീഴ്ത്തി. ആ ഞെട്ടലിൽ നിന്ന് ഞങ്ങൾ മോചിതരാകുന്നതിന് മുൻപേ ഇതാ അടുത്ത അപ്രതീക്ഷിത വാർത്ത. അമരൻ 2ാം വിഭാഗത്തിൽപ്പെട്ട ശക്തനാണെന്ന്. അതൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ദഹിക്കുമ്പോഴേക്കും അതാ പുതിയതൊന്ന്. പൂ പോലെ നിനക്കൊപ്പം വന്ന പെൺകുട്ടി 6 നക്ഷത്ര നിലയിലുള്ള അപരാജിതയാണെന്ന്. സത്യത്തിൽ ഇതൊക്കെ കണ്ടും കേട്ടും സാക്ഷാൽ ധാത്രി അമ്മ പോലും ഞെട്ടിത്തരിച്ചു പോയി. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞു എന്ന് കരുതുമ്പോൾ അതാ വീണ്ടും ഒരു അവിശ്വസനീയ പ്രഖ്യാപനം കൂടി. മാധുരിയേക്കാൾ ശക്തനാണ് അമരൻ. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് കേൾക്കാനുള്ള ത്രാണിയൊന്നും എന്റെ ഹൃദയത്തിനില്ല. ഇതൊക്കെ കേട്ട് എന്റെ തല ചുറ്റും പോലെയുണ്ട്. ആ പെൺകുട്ടി പറഞ്ഞു. അവൾക്കരികിൽ ഏതോ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന വിമലാദേവിയെ നോക്കി ജാനകി ചോദിച്ചു, നിനക്കെന്താ ഇനി ഒന്നും ചോദിക്കാനില്ലേ? അതിനു മറുപടിയായി ഒന്നും പറയാതെ വിമല ജാനകിയെ നോക്കി. ആ സമയം പെട്ടെന്ന് മേശമേൽ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കാനായി ധാത്രിയമ്മ ശക്തിയായി അടിച്ചു. ആ ശബ്ദം കേട്ട് ഏവരും ശാന്തരായി ധാത്രിയമ്മയെ നോക്കി. ജാനകി ആലോചനയിൽ മുഴുകി. മഹാചക്ര പരീക്ഷയിൽ 3 നക്ഷത്രം നേടി പടിപടിയായി കഠിനമായ പരിശീലനത്തിൽ ഏർപ്പെട്ടവൻ ഇത്ര വലിയ നിലയിലെത്തുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവന്റെ ശക്തി അനുദിനം വർദ്ധിച്ചു വരുന്നു.
ഇതെല്ലാം ആലോചിച്ച് ജാനകി നെടുവീർപ്പിട്ടു. അമരൻ എത്ര ശക്തനും അപകടകാരിയുമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പറയൂ അമര, എനിക്ക് നിന്നെക്കുറിച്ച് കൂടുതൽ അറിയണം. കാരണം നമ്മുടെ പരിശീലന കളരി വിദ്യാർത്ഥികളുടെ യഥാർത്ഥ ശക്തി അറിയാൻ ശ്രമിക്കുന്നു. അങ്ങനെ അറിഞ്ഞാലേ ഞങ്ങൾക്ക് ആ വിദ്യാർത്ഥികളെ ശരിയായ രീതിയിൽ സഹായിക്കാൻ കഴിയൂ. അതിനാൽ നിങ്ങൾ എന്നിൽ നിന്നും ഒന്നും മറയ്ക്കരുത്. നിങ്ങളുടെ കഴിവിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറയൂ. എഴുത്താണി കയ്യിൽ പിടിച്ചുകൊണ്ട് ധാത്രിയമ്മ പറഞ്ഞു. ശേഷം അവൻ പറയുന്നത് കേൾക്കാനായി കാതോർത്തിരുന്നു. അമരൻ ധാത്രിയമ്മയെ നോക്കി പറഞ്ഞു, ഇല്ല, എന്റെ ശക്തിയെക്കുറിച്ച് ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. വേണമെങ്കിൽ പാഞ്ചാല നഗരത്തിലെ ആരുടെ അടുത്ത് അന്വേഷിച്ചാലും എന്നെക്കുറിച്ചറിയാം. ഞാൻ സത്യമാണ് പറയുന്നത്. മാധുരി അമരൻ പറയുന്നതിനിടയിൽ ഇടയ്ക്ക് കയറി ധാത്രിയോട് പറഞ്ഞു, ഞാൻ അമരനെ പറ്റി പറയട്ടെ. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ തന്നെ അവനെക്കുറിച്ച് പറയാം. ധാത്രിയമ്മ പറഞ്ഞു, എന്താ പറയാനുള്ളത്? മാധുരി, വേഗം പറയൂ. അമരനെക്കുറിച്ച് മാധുരി ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ധാത്രി മാധുരിയോട് സംസാരിക്കാൻ ആംഗ്യം കാണിച്ചു. അമര, നീ തീർച്ചയായും വളരെ ഭാഗ്യവാനാണ്. ഈ പരിശീലന കളരിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ നിനക്ക് കരുത്തുറ്റ 2 സ്ത്രീകളുടെ പിന്തുണയുണ്ട്. ഈ ഭാഗ്യം അധികമാർക്കും കിട്ടാനിടയില്ല. പുഞ്ചിരിയോടെ അതും പറഞ്ഞ് ധാത്രി മാധുരിയോട് പറഞ്ഞു, നീ അമരനെ കുറിച്ച് സംസാരിക്കൂ മാധുരി. കേൾക്കാനായി ആകാംക്ഷപൂർവ്വം നിൽക്കുകയാണ് ഞങ്ങൾ ഏവരും. അമരനെ കുറിച്ച് മാധുരി എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് കാത്തിരുന്നു. അമരൻ വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശീലനം ആരംഭിച്ചിരുന്നു. ഏകദേശം 6 വയസ്സുള്ളപ്പോൾ അവൻ പരിശീലനം ആരംഭിച്ചു. ഇത് കേട്ട് മാണിക്യൻ രഘുനന്ദനോട് മന്ത്രിച്ചു, ഇതൊരു വലിയ കാര്യമാണോ? ഞാനും 6-ാം വയസ്സിലാണ് പരിശീലനം തുടങ്ങിയത്. എന്തിന്? നീയും 6 വയസ്സിലാണ് പരിശീലനം ആരംഭിച്ചത്. ഈ പരിശീലന കളരിയിലുള്ള അനേകം പേര് ഇതേ വയസ്സിൽ പരിശീലനം ആരംഭിച്ചവരാണ്. മാധുരി തുടർന്നു, ഇതൊരു തുടക്കം മാത്രമാണ്. 15-ാം വയസ്സിൽ അവൻ 9 നക്ഷത്രങ്ങളിലെത്തി. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കാൻ തുടങ്ങി. അമരൻ ശരിക്കും ഒരു അസാധാരണ ജന്മമാണെന്ന് അവർക്ക് ഏവർക്കും വ്യക്തമായി. അമരനെ നോക്കുന്ന അമ്പരന്ന മുഖങ്ങൾ കണ്ട് മാധുരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിലും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? 18-ാം വയസ്സിൽ അമരൻ അപരാജിതനായി. അതിനുശേഷം എല്ലാവരും വീണ്ടും അമ്പരപ്പോടെ അമരനെ നോക്കാൻ തുടങ്ങി. 18 വയസ്സായിട്ടും അപരാജിത പദവി നേടാത്ത അനേകം പേരുണ്ട്. അവളുടെ സംസാരം കേട്ട് ധാത്രിയുടെ കണ്ണുകൾ വിടർന്നു. അങ്ങനെ ഒരു തിളക്കം അവളുടെ കണ്ണുകളിൽ ആരും കണ്ടിട്ടില്ലായിരുന്നു. മരുഭൂമിയിൽ ദാഹിച്ച വെള്ളത്തിനായി അലഞ്ഞു തിരിഞ്ഞ ഒരുവൻ ശുദ്ധജലം നിറഞ്ഞ ജലാശയം കണ്ട അവസ്ഥയിലായിരുന്നു ധാത്രിക്കപ്പോൾ. മാധുരിയുടെ മുഖത്ത് ശോകം നിറഞ്ഞു. പക്ഷേ അത് നീണ്ടു നിന്നില്ല. അവിചാരിതമായി അവന്റെ ശക്തികൾ ക്രമേണ കുറയാൻ തുടങ്ങി. കഴിഞ്ഞ മഹാചക്ര പരീക്ഷയിൽ 3 നക്ഷത്രങ്ങൾ മാത്രം നേടി അവൻ അശക്തനായി തീർന്നു. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരേ ഒരു ചോദ്യം മാത്രം. അപരാജിതയിൽ നിന്ന് എങ്ങനെ 3 നക്ഷത്ര നിലയിലേക്ക് ഒരാൾക്ക് ഇറങ്ങി വരാൻ കഴിയും? അതെങ്ങനെ സംഭവിക്കുന്നു? അവർ തലപുകഞ്ഞാലോചിച്ചു. കാരണം അവർ ആദ്യമായിട്ടായിരുന്നു ലഭിച്ച നക്ഷത്ര നില ഒരിക്കൽ താഴ്ന്നു പോവാനും സാധ്യതയുണ്ടെന്ന് പുതിയ വിവരം അവർ അറിഞ്ഞത്. ഈ സംഭവം എല്ലാവരെയും ഉലച്ചു. ധാത്രിക്ക് പോലും ഇത് ഉൾക്കൊള്ളാനായില്ല. അത് അവളുടെ മുഖത്തു നിന്നും വ്യക്തമായിരുന്നു. ഒരു യോദ്ധാവിന് ഇത്തരത്തിൽ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമോ? അക്ഷമയായി ധാത്രിയമ്മ മാധുരിയോട് ചോദിച്ചു. പിന്നെ എന്ത് സംഭവിച്ചു? അവർ ആകാംക്ഷയോട് ചോദിച്ചു. മാധുരി തന്റെ വാക്കുകൾ കൊണ്ട് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അമരന്റെ കഥ തുടർന്നു. കൂടാതെ 3 വർഷമായി തന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ അമരൻ പരമാവധി ശ്രമിച്ചു. അവൻ ഇരട്ടി വേഗതയിൽ പരിശീലനം തുടർന്നു. 1.5 വർഷത്തിനുള്ളിൽ അവൻ 3 നക്ഷത്ര ശക്തി മുതൽ 4 നക്ഷത്ര ശക്തി വരെയുള്ള അപരാജിതൻ എന്ന പദവിയിലെത്തി. എനിക്ക് ഈ ശക്തി കൈവരിക്കാൻ 15 വർഷമെടുത്തു. എല്ലാവരും അങ്ങനെയാണ്. എന്നാൽ 3 നക്ഷത്രങ്ങളിൽ നിന്ന് അപരാജിതന്റെ സ്ഥാനത്തെത്താൻ അമരന് 1.5 വർഷമേ വേണ്ടി വന്നുള്ളൂ. മാധുരി പറഞ്ഞു. മാധുരി പറഞ്ഞു തീർന്നപ്പോൾ അവിടെ ഇരുന്നവരെല്ലാം അത്ഭുതത്തോടെ അമരനെ നോക്കി. എന്ത് പറയണമെന്ന്
ആർക്കും അറിയില്ലായിരുന്നു. അതേസമയം രഘുനന്ദന്റെയും മാണിക്യന്റെയും തൊണ്ട വരണ്ടു. രണ്ടുപേരും ഭയം കലർന്ന കണ്ണുകളോടെ പരസ്പരം നോക്കി. നല്ല കാര്യം, ധാത്രിയമ്മ നടുവിൽ വന്ന് ഞങ്ങളെ രക്ഷിച്ചു. ഇല്ലെങ്കിൽ ദൈവത്തിനറിയാം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അവർ പരസ്പരം നോക്കി പറഞ്ഞു. ധാത്രി അമരനെ നോക്കി പറഞ്ഞു, സത്യം പറഞ്ഞാൽ മാധുരി, എന്നോട് ഇതൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്നെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ അറിയില്ലായിരുന്നു. അത് കേട്ടതും അമരന്റെ മുഖത്ത് ഒരു കള്ളച്ചിരി വിടർന്നു. അതേസമയം തന്റെ ചിരി കൈകൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്ന മാധുരിയെ അമരൻ കണ്ണുരുട്ടി നോക്കി. ധാത്രിയമ്മ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് എല്ലാവരുടെയും മുന്നിൽ പ്രഖ്യാപിച്ചു, വിദ്യാർത്ഥികളെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ പരീക്ഷ നന്നായി നടന്നു. തിരഞ്ഞെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതേസമയം ആരൊക്കെ ഏതൊക്കെ വിഭാഗത്തിൽ പെടുന്നെന്ന് മനസ്സിലായി. പരിശീലന കളരിയുടെ പ്രവേശന പരീക്ഷയിലേക്കുള്ള പാഞ്ചാല നഗരത്തിലെ ആദ്യ ദിവസം ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങൾ ഒരാഴ്ച കൂടി ഇവിടെ തങ്ങും. ഇനി മുതൽ നിങ്ങൾ എല്ലാവരും രക്ഷമല്ലർ പരിശീലന കളരിയിലെ വിദ്യാർത്ഥികളാണ്. ഇനി മുതൽ പരിശീലനമാണ് നമുക്കെല്ലാവർക്കും മുഖ്യമായത്. അതിനാൽ നിങ്ങൾ എല്ലാവരും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തി ഒരാഴ്ച കൊണ്ട് തയ്യാറാക്കുക, ധാത്രിയമ്മ പറഞ്ഞു. ധാത്രിയമ്മയുടെ വാക്കുകൾ കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുഖത്ത് സന്തോഷം പരന്നു. അവർ ധാത്രിയമ്മയ്ക്ക് നന്ദി പറഞ്ഞു. എന്നാൽ അമരൻ നിശബ്ദനായി നിന്നു. അമരൻ മടിച്ചു ധാത്രിയോട് പറഞ്ഞു, ധാത്രിയമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൾ അമരനെ നോക്കി. അവൻ ചുറ്റും നോക്കി പതിഞ്ഞ സ്വരത്തിൽ അവളോട് പറഞ്ഞു, അത് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കളരിയിൽ എത്തിയാൽ മതിയോ? കാരണം എനിക്കിപ്പോൾ പ്രധാനപ്പെട്ട ഒരു വേലയുണ്ട്. ഞാനൊരു വിഷമഘട്ടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അത് പൂർത്തിയാക്കാതെ എനിക്ക് ഇവിടം വിട്ട് വരാൻ കഴിയില്ല. ഇത് കേട്ട് ധാത്രി ഞെട്ടി. കൂടുതൽ അമ്പരുന്നത് മാധുരിയായിരുന്നു. നീ ഒരു വർഷത്തേക്ക് വിദേശത്തേക്ക് പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് നീ രക്ഷമല്ലർ പരിശീലന കളരിയിലേക്കാണ് വരുന്നതെന്നാണ്. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്നത്, നിന്റെ കൂടെ നിന്ന് പരിശീലിക്കാൻ. പക്ഷേ നീ വേറെ എവിടെയോ പോവാനുള്ള അനുവാദമായിരുന്നു എന്നോട് ചോദിച്ചതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിന്നിൽ നിന്ന് ഒരു വർഷം അകന്നു നിൽക്കുന്ന കാര്യം ഓർക്കാൻ പോലും വയ്യ എനിക്ക്. മാധുരിയുടെ കണ്ണുകൾ കലങ്ങി. പക്ഷേ അവൾ കണ്ണു തുടച്ച് ആരും അറിയാതെ സങ്കടം മറച്ചു. ജാനകി, അമരൻ എന്താണ് ഈ പറയുന്നത്? രക്ഷമല്ലർ പരിശീലന കളരിയിൽ ചേരുക എന്നത് ഒരു സാധാരണ കാര്യമല്ല. ഇവിടെ ചേരാൻ ഒരാൾക്ക് യോഗ്യത മാത്രം പോരാ, ഭാഗ്യവും നേടണം. എല്ലാ വർഷവും ആളുകൾ അതിനായി കാത്തിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ ആ കിട്ടിയ ഭാഗ്യം പോലും ഉപയോഗിക്കാതെ എവിടേക്കാണ് പോകുന്നത്? അത്ര വലിയ എന്ത് പ്രശ്നമാണ് ഇവനുള്ളത്? ഇതുപോലൊരു അവസരം ഇനി അവന് കിട്ടുമോ? വിമലാദേവി പറഞ്ഞു. അധ്യായം 65. അമരൻ പരിശീലന കളരിയിൽ ചേരാൻ സമയം വേണമെന്ന് പറഞ്ഞ പ്രകാരം അമരൻ എന്തിനാണ് അവധിയെടുക്കുന്നതെന്ന വിമലാദേവിയുടെ ചോദ്യം കേട്ട് ജാനകി കോപാകുലയായി. എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയും? ഞാനും നിന്നെ പോലെ ആദ്യമായാണ് ഇതൊക്കെ കേൾക്കുന്നത് തന്നെ. നീ കുറച്ചൊന്ന് ക്ഷമിക്ക്, അവൻ അതിന്റെ കാരണം ഇപ്പോൾ വ്യക്തമാക്കും, ജാനകി പറഞ്ഞു. ധാത്രിയമ്മ അമരനോട് പറഞ്ഞു, അമര, നിനക്ക് കുറച്ചു ദിവസത്തെ അവധി ആവശ്യമാണോ? അങ്ങനെയെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. രക്ഷമല്ലർ പരിശീലന കളരിയിലെ നിയമങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം അവധിയെടുക്കാൻ കഴിയില്ല. വിദ്യാർത്ഥിയുടെ അവധി കാലഘട്ടം പരിശീലന കളരിയാണ് തീരുമാനിക്കുക. ധാത്രിയമ്മ പറഞ്ഞത് കേട്ട് അമരൻ തന്റെ അവസ്ഥ വിശദീകരിക്കാൻ ശ്രമിച്ചു. അമ്മേ, ആ വേല വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് പോകണം. അത്ര പ്രാധാന്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും നിങ്ങളോട് ഈ കാര്യം പറയില്ല. രക്ഷമല്ലർ പരിശീലന കളരിയിൽ പഠിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് വെച്ചാൽ അതത്ര വലിയ കാര്യമാണെന്ന് എനിക്കറിയാം. ഈ അവസരം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് എന്റെ അവസ്ഥ ഞാൻ അമ്മയോട് പറയുന്നത്. ഈ പരിശീലന കളരിയിലെ നിയമങ്ങൾ വളരെ കർക്കശമാണെന്നും എനിക്കറിയാം. ഒരു മുഖ്യമായ കാര്യം ചെയ്തു തീർക്കാനുണ്ട് എനിക്ക്. ആ വേല ചെയ്യാതെ ഈ പാഞ്ചാല നഗരം വിട്ട് എനിക്ക് എവിടേക്കും പോവാൻ സാധിക്കില്ല. എന്റെ അടിയന്തര സാഹചര്യം മനസ്സിലാക്കി അവിടുന്ന് വിശാല ഹൃദയത്തോടു കൂടി കരുണ കാണിക്കണം എന്നോട്, അമരൻ വിനയപൂർവ്വം പറഞ്ഞു. അമരന്റെ സംസാരം കേട്ടുകൊണ്ടിരുന്ന മാധുരിയും കൂടുതൽ അസ്വസ്ഥയായി. അമരന്റെ പിടിവാശി
അവൾക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൾ വിഷമിച്ചത്. അമരൻ തന്റെ വേല കഴിഞ്ഞിട്ടേ പരിശീലന കളരിയിൽ വരികയുള്ളൂ. അവന്റെ പ്രവൃത്തി പൂർത്തിയാക്കാതെ അവൻ വരില്ല എന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ധാത്രിയമ്മ ഇതിന് സമ്മതിക്കില്ല എന്ന് ഭയന്ന് അമരൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഇതേ സമയം അമരന്റെ സംസാരം കേട്ട് ജാനകിക്ക് ദേഷ്യം വന്നു. ഇത്രയും പ്രധാനപ്പെട്ട വേല എന്തായിരിക്കും? രക്ഷമല്ലർ പരിശീലന കളരിയെ പോലും ഒഴിവാക്കാൻ തുനിയും വിധമുള്ള ആ കാര്യം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു ജാനകി. തലയ്ക്ക് ഓളമുള്ളവനാണ് ഈ അമരൻ. എന്തിനാ ഇവൻ ഇങ്ങനെ പെരുമാറുന്നത്? അമരന്റെ ശക്തി കണ്ട് ധാത്രിയമ്മ പോലും ഇവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം അവനെ നന്നായി ബോധിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഈ പരിശീലന കളരിയിൽ ഇടം കിട്ടുക എന്നത് തന്നെ വലിയ കാര്യമാണ്. പലർക്കും ഈ കളരിയിൽ ചേരാൻ ആഗ്രഹമുണ്ട്. എന്നിട്ടും ആ അവസരം കിട്ടാത്തവർ എത്രയോ പേരുണ്ട്. പക്ഷെ ഈ പരിശീലന കളരിയിൽ ചേരാൻ അവസരം കിട്ടിയിട്ടും അവൻ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ ധാത്രിയമ്മ എന്നെപ്പറ്റി എന്തു വിചാരിക്കും? ഞാനല്ലേ ഇവരെയൊക്കെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. മിക്കവാറും ധാത്രിയമ്മ അമരനെ ഈ കളരിയിൽ നിന്നും വിലക്കും. ജാനകി ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് വിചാരിച്ചു. അതേസമയം അവിടെ കൂടിയിരുന്ന മിക്ക പേരും ഇത് തന്നെയായിരുന്നു ചിന്തിച്ചത്. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ധാത്രിയമ്മ ചിരിച്ചുകൊണ്ട് അമരനോട് പറഞ്ഞു, ശരി, പറയൂ അമര, നിനക്ക് എത്ര ദിവസത്തെ അവധിയാണ് വേണ്ടത്? ഞാൻ എന്റെ മേലുദ്യോഗസ്ഥരോട് നിനക്ക് വേണ്ടി സംസാരിക്കാം. എന്നാൽ ഇത് കേട്ടിട്ടും അമരന് സന്തോഷമായില്ല. കാരണം തനിക്ക് ഒരു നീണ്ട അവധിയാണ് ആവശ്യം. ഈ കാര്യം അറിയുമ്പോൾ ധാത്രിയമ്മ ഇത്രയും ദൈർഘ്യമുള്ള അവധിക്ക് സമ്മതിക്കില്ലല്ലോ എന്ന് അമരൻ ഭയപ്പെട്ടു. പറയൂ അമര, നിനക്ക് എത്ര ദിവസത്തെ അവധി വേണം? ധാത്രിയമ്മ ചോദിച്ചു. അവൻ മടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വർഷം വേണം. അമരൻ പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. ഒരു വർഷം അവധിയോ? അതും ചേരുന്നതിന് മുൻപേ? ഏവരും അമരന്റെ മറുപടി കേട്ട് അന്താളിച്ചു. ജാനകി, എന്നാലും അമരന് നല്ല ധൈര്യമുണ്ട്. ഇല്ലെങ്കിൽ ധാത്രിയമ്മയോട് ഒന്നും ആലോചിക്കാതെ ഒരു വർഷത്തെ അവധി ചോദിക്കുമോ? വിമലാദേവി പറഞ്ഞു. അമരൻ ഇത്തരത്തിൽ ഒരു അവധി എടുത്താൽ രക്ഷമല്ലർ പരിശീലന കളരിയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും. ഒരു വർഷത്തെ അവധി അഭ്യർത്ഥന അവിടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എല്ലാവരെയും അമ്പരപ്പിക്കുന്ന അമരൻ എന്തിനാണിങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ജാനകി ഓർത്തു. ഒരു വർഷം പരിശീലന കാലയളവിന്റെ 1/3 എല്ലാവർക്കും നന്നായി അറിയാം. എന്താ അമര, നീ എവിടെയാ പോകുന്നത്? നീ തമാശ പറയുകയാണോ? എന്തിനാ ഇത്രയും വലിയ അവധി? ധാത്രിയമ്മ ചോദിച്ചു. ഇല്ല, ഞാൻ കളി പറയുകയല്ല, ഇത് കാര്യമാണ്. എനിക്ക് തീർച്ചയായും ഒരു വർഷം അവധി വേണം, അവൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൻ തമാശ പറയുകയല്ലെന്ന് ധാത്രിയമ്മയ്ക്ക് മനസ്സിലായി. എന്നാൽ ഒരു വർഷത്തെ അവധി അധികമായതിനാൽ അവർ നേരിയ നിരാശയിലാണ്. ഒരു വർഷം ഒരു നീണ്ട സമയമാണ് അമര. നിനക്ക് ആ ദിവസങ്ങളൊക്കെ ഒഴിവ് തരാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നിന്റെ അവധിക്കാലം മറന്ന് പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ചില മികച്ച കഴിവുകൾ നിങ്ങളെപ്പോലെയുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി പരിശീലനം ആരംഭിക്കൂ. നിങ്ങളുടെ സമയം പാഴാക്കരുത്. നിങ്ങൾക്ക് ഇവിടെ നിന്നും മികച്ച പരിശീലനം നേടാം. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും, അവർ പറഞ്ഞു. അവരുടെ ഉപദേശം കേട്ട് അമരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രധാനപ്പെട്ട ആ വേല ഏതാനും ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ഉള്ളിൽ പൂർത്തിയാക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് ഇത്രയും വലിയ അവധിക്കാലം ആവശ്യപ്പെടില്ലായിരുന്നു. കളരിയിൽ ചേർന്ന തൊട്ടടുത്ത നിമിഷം അമരൻ അവധി ചോദിക്കുമെന്ന് ധാത്രി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ തലയാട്ടി അമരന്റെ ആവശ്യം നിരസിച്ചുകൊണ്ട് കർശനമായി പറഞ്ഞു, ഇല്ല, ഒരു വർഷം വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് അവധി നൽകാൻ സാധിക്കില്ല. അതിന് ഇവിടുത്തെ നിയമങ്ങൾ അനുവദിക്കില്ല. ധാത്രിയമ്മ പറഞ്ഞത് കേട്ടപ്പോൾ അമരന് മനസ്സിലായി തനിക്ക് ഇത്രയും നീണ്ട അവധി ലഭിക്കാൻ പോകുന്നില്ലെന്ന്. പക്ഷേ പരിശീലന കളരിയിലെ പരിശീലനത്തെക്കാൾ പ്രധാനപ്പെട്ട വേലയാണ് തനിക്ക് ചെയ്തു തീർക്കാനുള്ളതെന്ന് അവൻ ഓർത്തു. എന്നോട് ക്ഷമിക്കണം ധാത്രിയമ്മ, എനിക്ക് ഈ പരിശീലന കളരിയിൽ ചേരാൻ പറ്റില്ല. അടുത്ത വർഷത്തെ പ്രവേശന പരീക്ഷയിൽ എനിക്ക് വീണ്ടും പങ്കെടുക്കാൻ അവസരം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു, അമരൻ പറഞ്ഞു. ഇത് കേട്ട് ജാനകി ദേഷ്യത്തോടെ അവന്റെ കാലിൽ ചവിട്ടി. അമര, നീ എന്താ പറയുന്നേ? എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമരൻ പറഞ്ഞത് കേട്ട ധാത്രിക്ക്
അമരനെ പോലൊരു വിദ്യാർത്ഥിയെ നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലായിരുന്നു. അതിനാൽ അവൾ അമരനെ ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി. ദയവായി മനസ്സിലാക്കൂ അമര, ഒരു അവധിക്കാലത്തിനുള്ള നിങ്ങളുടെ അഭ്യർത്ഥന വളരെ ഉയർന്നതാണ്. അതിന് വളരെ സമയമെടുക്കും. നിന്നോടിത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. അവധിക്കാലത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ എനിക്ക് അധികാരമില്ല. എനിക്ക് മുകളിലുള്ളവരാണ് തീരുമാനമെടുക്കേണ്ടത്. ഇത്രയും വലിയ അവധിക്കാലത്തെക്കുറിച്ച് എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല, ധാത്രി പറഞ്ഞു. അവരെ ശ്രവിക്കുന്നവൻ ആ വാക്കിനാൽ ബന്ധിക്കപ്പെടും. അത്തരത്തിലൊരു വാക്ചാതുര്യം ധാത്രിക്കുണ്ടായിരുന്നു. എന്നാൽ അമരൻ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. വ്യക്തമായ വാക്കുകളിൽ വീണ്ടും തന്റെ ആവശ്യം ആവർത്തിച്ചു. ധാത്രിയമ്മേ, എനിക്കൊരു വർഷം അവധി വേണം. എനിക്ക് ആ അവധി ഒഴിവാക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ, അമരൻ പറഞ്ഞു. ഇത് കേട്ട് ധാത്രി വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. അവരുടെ തലവേദന കൂടുകയായിരുന്നു. നിരന്തരമായുള്ള അമരന്റെ ഒരേ വാക്കുകൾ കേട്ടപ്പോൾ അവർ പ്രകോപിതയായി. അമരനെ സമാധാനിപ്പിക്കാൻ ധാത്രി പരമാവധി ശ്രമിച്ചു. പക്ഷേ അവൻ തന്റെ നിലപാടിൽ നിന്നും കടുകിട വ്യതിചലിച്ചില്ല. അവന്റെ ശാഠ്യം ധാത്രിക്ക് ദേഷ്യം വന്നു. പെട്ടെന്ന് അവൾ അമരന്റെ അടുത്തേക്ക് ചെന്ന് ദേഷ്യത്തോടെ അവനോട് ആക്രോശിച്ചു. ഏയ്, നീ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ ഇഷ്ടം പോലെയാണോ ഈ പരിശീലന കളരി പ്രവർത്തിക്കേണ്ടത്? നിനക്കെന്തിനാ ഇത്രയും അവധി? ഇപ്പോൾ നിനക്കൊരു അത്ഭുത അവസരം ഞാൻ തന്നു. നീ അത് ഉപയോഗിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് നിങ്ങളുടെ പരിപാടി? ധാത്രി കോപാകുലയായി ചോദിച്ചു. അവളുടെ ദേഷ്യം കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പരിഭ്രാന്തരായി. അവരാരും അവരെ ഇത്ര ദേഷ്യത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ജാനകി ചിന്തിച്ചു, ഇവനെ വിശ്വസിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് എന്നെ വേണം ശാസിക്കാൻ. ഈ അമരൻ മരിച്ചവനെ പോലും ദേഷ്യം പിടിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തു കൂട്ടുന്നത്. പാവം ധാത്രിയമ്മ, അവർ ഇതുവരെ ദേഷ്യം പിടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അമരൻ ഇതാ ധാത്രിയമ്മയെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നു. അതേസമയം അമരൻ തന്നോട് ദേഷ്യപ്പെട്ട ധാത്രിയമ്മയെ നോക്കി ശാന്തത പാലിച്ചു. പക്ഷേ ഗുരുനാഥ അവധി തന്നാൽ മാത്രമേ താൻ പരിശീലനത്തിന് ചേരൂ എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ അവൻ വീണ്ടും ധാത്രിയമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മേ, എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ആ വേല എനിക്ക് വളരെ പ്രധാനമാണ്. ദയവായി എനിക്ക് ആ അവധി അനുവദിച്ചു തരൂ, അമരൻ താഴ്മയായി വീണ്ടും അഭ്യർത്ഥിച്ചു. ധാത്രിക്ക് വല്ലാതെ ദേഷ്യം വന്നു. ദേഷ്യത്തിൽ ഒരു ദീർഘനിശ്വാസമെടുത്ത് ആദ്യം സ്വയം സമാധാനിച്ചു. എന്നിട്ട് അമരനെ നോക്കി ദയനീയമായ സ്വരത്തിൽ പറഞ്ഞു, അപ്പോ നിനക്ക് ഒരു വർഷത്തെ അവധി എടുക്കണം. ഞാൻ നിനക്ക് അവധി തന്നില്ലെങ്കിൽ അതിനായി നീ ഈ കളരി തന്നെ വിടാൻ തീരുമാനിച്ചില്ലേ? ധാത്രിയുടെ രോഷം കണ്ട വിദ്യാർത്ഥികളെല്ലാം കരുതിയത് അമരനെ കാത്തിരിക്കുന്നത് എന്തോ വലിയ ആപത്താണെന്നാണ്. പക്ഷേ എന്തായാലും അത് ഏറ്റുവാങ്ങാനുള്ള ഭാവത്തിലാണ് അമരൻ നിന്നത്. അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, അതേ ധാത്രിയമ്മേ, എനിക്ക് ഈ അവധി കിട്ടിയേ പറ്റൂ. അതിന് പുറത്തു പോകണമെന്നാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്. ഉടനെ അവൾ ഒരു നെടുവീർപ്പോടെ അമരനെ നോക്കി പറഞ്ഞു, ശരി, നീ അത് മനസ്സിൽ ഉറപ്പിച്ചല്ലോ. അത് നിന്റെ തീരുമാനമാണ്. ഇത് എന്റെ തീരുമാനമാണ്. നിനക്ക് തീർച്ചയായും ഇത്രയും വലിയ അവധി ലഭിക്കില്ല. അമരൻ ആ തീരുമാനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതിയാണ് അവൻ ധാത്രിയമ്മയോട് ഇത്തരത്തിൽ കെഞ്ചി നോക്കിയത്. അതുകൊണ്ട് ധാത്രിയുടെ അവസാന തീരുമാനം അവനെ അത്ര വിഷമിപ്പിച്ചില്ല. എന്നാൽ പിന്നീടുണ്ടായ സംഭവം അപ്രതീക്ഷിതമായിരുന്നു. ശരി അമര, നിനക്ക് അവസാനമായി ഒരവസരം ഞാൻ തരാം. നീ എന്നോട് മത്സരിച്ച് ജയിച്ചാൽ നീ ചോദിച്ച പോലെ ഒരു വർഷം അവധി ഞാൻ നിനക്ക് തരാം. മേലുദ്യോഗസ്ഥനോട് ഞാൻ നേരിട്ട് സംസാരിച്ച് അനുവാദം വാങ്ങിക്കൊള്ളാം. നിങ്ങൾക്ക് ഈ ഉടമ്പടി സ്വീകാര്യമാണോ? ധാത്രി ചോദിച്ചു. എല്ലാ വിദ്യാർത്ഥികളും അത്ഭുതത്തോടെ അവരെ ഇരുവരെയും നോക്കി നിന്നു. അവർ തുടർന്നു, നീ ഈ മത്സരത്തിൽ എന്നെ തോൽപ്പിക്കണമെന്നില്ല. പകരം എന്റെ ആക്രമണത്തിൽ 20 തവണ നീ രക്ഷപ്പെട്ടാൽ മാത്രം മതി. അങ്ങനെ എന്റെ ആക്രമണത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടാൽ നീ ചോദിച്ച പോലെ അവധി കിട്ടാൻ ഞാൻ ഏർപ്പാട് ചെയ്തു തരാം. നിനക്ക് സമ്മതമാണോ? ധാത്രിയമ്മയുടെ ഈ പ്രസ്താവന കേട്ട് എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കാൻ തുടങ്ങി. ജാനകിയും കൂട്ടുകാരി വിമലാദേവിയും പരസ്പരം നോക്കി. ജാനകിയുടെ മുഖഭാവം കണ്ട് അവളുടെ ഭയം മനസ്സിലാക്കിയ വിമലാദേവി പറഞ്ഞു, നീ പേടിക്കണ്ട ജാനകി, എല്ലാം ശരിയാകും. അവൾ ജാനകിയെ ആശ്വസിപ്പിച്ചു. എന്നാലും അമരനെ ഓർത്ത് ജാനകിക്ക് വല്ലാത്ത സങ്കടം തോന്നി.
കാരണം പൊതുവെ അമരൻ ഒരിക്കലും ഒരു മത്സരവും നിരസിക്കാറില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ ഇത്തവണ ഈ മത്സരം അമരന് അനുകൂലമാവുമെന്ന് തോന്നുന്നില്ല. അതോർക്കുമ്പോൾ ജാനകിയുടെ കണ്ണിൽ ഇരുട്ട് കയറി. പെട്ടെന്ന് അവിടെയാകെ വിചിത്രമായ ഒരു നിശബ്ദത പരന്നു. പറയൂ അമര, നീ എന്നോട് മത്സരിക്കാൻ തയ്യാറാണോ? ധാത്രി ചോദിച്ചു. സമ്മതം, അമരൻ പറഞ്ഞു. അത് കേട്ട് അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. എന്നാൽ അമരന് അല്പം പരിഭ്രമം തോന്നി. സത്യത്തിൽ അമരൻ ധാത്രി അമ്മയുമായി യുദ്ധത്തിന് പുറപ്പെട്ടത് അമരന്റെ ധീരതയാണോ അതോ മണ്ടത്തരമാണോ എന്ന് കാലം തെളിയിക്കും. അമരന്റെ കഴിവിനെ ആരും വിമർശിക്കുന്നില്ലെങ്കിലും അമരനും ധാത്രിയമ്മയും തമ്മിലുള്ള നക്ഷത്രശക്തി നിലവാരത്തിന് വലിയ വ്യത്യാസമുണ്ട്. അധ്യായം 66. എനിക്ക് എന്റെ വേലയാണ് പ്രധാനം. അതിനുവേണ്ടി ധാത്രി അമ്മയോട് യുദ്ധത്തിനിറങ്ങണം എന്നാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്, അമരൻ ദൃഢമായി പറഞ്ഞു. അത് കേട്ട ധാത്രി പുഞ്ചിരിച്ചുകൊണ്ട് അമരനോട് പറഞ്ഞു. ശരി, അതാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ നിന്നെ എതിർക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ സ്ഥലം മത്സരത്തിന് യോജിച്ചതല്ല. ഈ പരിമിതമായ സ്ഥലത്ത് വെച്ച് സുഗമമായി മത്സരത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് മത്സരം പുറത്തെവിടെയെങ്കിലും വെച്ച് നടത്താം. പിന്നെ രണ്ടുപേരും വേദിയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അവിടെയുള്ളവരെല്ലാം അവരെ അനുഗമിച്ചു. അവർ വേദിയിൽ നിന്നിറങ്ങിയപ്പോൾ സൂര്യാസ്തമയത്തിനുള്ള സമയം ആഗതമായിരുന്നു. സൂര്യന്റെ ചുവന്ന കിരണങ്ങൾ കൊണ്ട് മൈതാനം ചുവന്നു തൊടുത്തു. അമരൻ മൈതാനത്തിന്റെ നടുവിൽ വന്നു നിന്നു. എതിർവശത്തായി ധാത്രിയമ്മ നിന്നു. ധാത്രിയുടെ കണ്ണുകളിൽ നീലപ്രകാശം തിളങ്ങി. ആ കണ്ണുകളിൽ ഒരു ഭീഷണിയുടെ ഭാവം ഒളിഞ്ഞുകിടക്കുന്നത് പോലെ അമരന് തോന്നി. അവരുടെ മുഖത്തെ പൈശാചികമായ ചിരി അവൻ തിരിച്ചറിഞ്ഞു. നിങ്ങൾ എന്നോട് കുറച്ച് കരുണ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അമരൻ ധാത്രിയോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിശാലമായ മൈതാനത്തിന് നടുവിൽ അമരനും ധാത്രിയമ്മയും നേർക്കുനേരെ നിന്നു. ജലശക്തിയും അഗ്നിശക്തിയും നേർക്കുനേർ ഏറ്റുമുട്ടാൻ തയ്യാറായിരുന്നു. അമരന്റെ മൂലശക്തി അഗ്നിയും ധാത്രിയമ്മയുടെ മൂലശക്തി ജലവുമായിരുന്നു. വിദ്യാർത്ഥികളെല്ലാം കൗതുകത്തോടെ ഇരുവരെയും നോക്കി നിന്നു. ധാത്രി മെല്ലെ കൈയുയർത്തി അവളുടെ പച്ച മാന്ത്രിക മോതിരം തടവി. അതിൽ നിന്ന് ഒരു നീണ്ട ചാട്ടവാർ വലിച്ചെടുത്തു. ആ ചാട്ടയുടെ നിറം പൂർണ്ണമായും നീല നിറമായിരുന്നു. അതിന്റെ അഗ്രം തിളങ്ങുന്നുണ്ടായിരുന്നു. കൂടാതെ പാമ്പിന്റെ വായ പോലെയുള്ള ചാട്ടയുടെ അഗ്രഭാഗം തുറന്നു വെച്ചിരുന്നു. അതിന്റെ നടുവിൽ ഒരു വലിയ മാന്ത്രിക കല്ലുമുണ്ടായിരുന്നു. അത് ധാത്രിയുടെ ശക്തിയെ കുറഞ്ഞത് 2 നക്ഷത്രങ്ങളെങ്കിലും വർദ്ധിപ്പിച്ചു. ആ കാഴ്ച കണ്ട് അമരൻ തീർച്ചയായും 1 വർഷത്തേക്ക് അവധിയെടുക്കാൻ പോകുന്നില്ലെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വ്യക്തമായിരുന്നു. ശാന്തമായ മുഖത്തോടെ കയ്യിൽ ചാട്ടവാറുമായി നിൽക്കുന്ന അതിസുന്ദരിയായ ധാത്രിയമ്മയെ കണ്ടപ്പോൾ അമരൻ അല്പം അസ്വസ്ഥനായി. പക്ഷേ ആ അമ്പരപ്പിൽ നിന്നും അമരനെ ഉണർത്താൻ ധാത്രി വീണ്ടും മോതിരം തടവിയെടുത്ത ഇരുമ്പ് വാളിന് കഴിഞ്ഞു. ആ വാൾ ധാത്രി അമരന് നേരെ എറിഞ്ഞുകൊടുത്തു. എന്നിട്ട് ദൃഢമായ ശബ്ദത്തിൽ അവനോട് പറഞ്ഞു, ഈ വാൾ എടുക്കൂ. എനിക്ക് നിരായുധനുമായി യുദ്ധം ചെയ്യാൻ ഇഷ്ടമില്ല. ധാത്രി പറഞ്ഞു. വാൾ തന്റെ നേരെ അതിവേഗം വരുന്നത് അമരൻ കണ്ടു. പക്ഷേ അവൻ തന്റെ സ്ഥാനത്ത് നിന്ന് അനങ്ങിയില്ല. തുടർന്ന് വാൾ അവന് 1 അടിയോളം അകലെത്തിയപ്പോൾ വാൾ പെട്ടെന്ന് നിലത്ത് വീണു. അതിനുശേഷം അമരൻ ഒരു പുഞ്ചിരിയോടെ നിലത്തു നിന്നും വാളെടുത്ത് പോരാട്ടത്തിനൊരുങ്ങി. ഇതുവരെ അമരൻ തന്റെ ശക്തി ആയുധങ്ങൾ ഉപയോഗിച്ച് ശീലിച്ചിട്ടില്ലായിരുന്നു. അതിനാൽ അമരന് മനസ്സിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പുറത്തു പ്രകടിപ്പിക്കാതെ അവൻ ധീരമായി നിലകൊണ്ടു. അമരൻ ധൈര്യത്തോടെ ഒരു തികഞ്ഞ യോദ്ധാവിനെ പോലെ നിൽക്കുന്നത് കണ്ട ധാത്രി അമ്പരന്നു. ഉള്ളിൽ അവർക്ക് അവനോട് ബഹുമാനം തോന്നി. ഇത്രയും പരിചയസമ്പന്നയായ ഒരു പരിശീലകയ്ക്കൊപ്പമാണ് അവൻ മത്സരിക്കാൻ പോകുന്നത്. എന്നിട്ടും ഈ യുവാവിന്റെ മുഖത്ത് അല്പം പോലും ഭയമില്ല. ഇവൻ വളരെ ധീരനാണ്. പരിശീലകരോട് യുദ്ധത്തിനൊരുങ്ങാൻ പൊതുവെ യോദ്ധാക്കൾ പോലും മുതിരാറില്ല. പരാജയ ഭീതി ഏവരെയും തളർത്തും. ഈ യുവാവ് ഒരു നാൾ അതിശക്തനാകും, അതിലൊട്ടും സംശയം വേണ്ട. ഉള്ളിൽ എന്ത് ഭയമുണ്ടായാലും വെല്ലുവിളി നേരിടാൻ അവൻ തയ്യാറാണ്. ഇത് വളരെ പ്രശംസനീയമാണ്.
എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത്തരം ധൈര്യം ഉണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ്.